പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനെത്തി. കണ്ണൻ്റെ വിശേഷങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്കൂളിലെയും ബസ്സിലെയൊക്കെ വിശേഷങ്ങളാണ് പറയുന്നത്. ആമി അംഗൻവാടിയിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കടയിൽ പോയേക്കാ പുതിയ ബാഗ് ചെരുപ്പൊക്കെ മേടിക്കാൻ. പോയാ നാളെ വെള്ളം കൊണ്ടുകൊണ്ടാട്ടോ. അങ്ങനെ കണ്ണനും ആമിൻ്റെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്, ടി വിയും കണ്ടുകൊണ്ട്. അപ്പോൾ ഞാൻ അവർക്കുള്ള ഫുഡ് എടുക്കാൻ പോവാണ്. കണ്ണനാണെങ്കിൽ വാട്ടർ ബോട്ടിൽ സ്കൂളിൽ വെച്ചിട്ട് വന്നു. സാധാരണ അവൻ പെൻസിലാണ് കൊണ്ടേ കളയാറ്. ഇന്നിപ്പോൾ വാട്ടർ ബോട്ടിലായി. അപ്പോൾ ഞാൻ അവർക്ക് രണ്ടുപേർക്കും കൂടിയുള്ള ഭക്ഷണം കൊടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് അമ്പലത്തിൽ പോകണം. അപ്പോൾ ഞങ്ങളെല്ലാവരും മേലൊക്കെ കഴുകിട്ടോ. ആമിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്ത് തുടങ്ങും. മേക്കപ്പ് എന്നല്ല അവൾ പറയുന്നത്, മേപ്പക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്താണ് വരുന്നത് റെഡി ആവാനായിട്ട്. അങ്ങനെ കണ്ണനെ പൗഡറൊക്കെ ഇടിച്ച് മുടിയൊക്കെ ഇരിച്ചു. ആമീനെയും പൊട്ട് കുത്തി എല്ലാം കഴിഞ്ഞ് അവൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും റെഡി ആക്കിട്ടോ. പിന്നെ ആമയുടെ മുടി ഈയിടെയായിട്ട് വെട്ടി, കാരണം ഒട്ടും കട്ടിയില്ലാത്ത മുടി ആയതുകൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. അതേ പിന്നെ മുടി കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എന്നാലും ഞാൻ ചെറിയൊരു കൊമ്പ് പോലെയൊക്കെ കെട്ടി കൊടുക്കാറുണ്ട്. അവൾക്കത് ഇഷ്ടമാണ്. അങ്ങനെ മുടിയൊക്കെ കെട്ടാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് തിരുവാരാണിക്കുളം അമ്പലത്തിലാണ് കേട്ടോ. തിരുവാരാണിക്കുളം അമ്പലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടെ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവമാണ്. അവിടെ വർഷത്തിൽ 12 ദിവസം മാത്രമാണ് പാർവതി ദേവിയുടെ നട തുറക്കുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും തൊഴുവാൻ പോവാണ്. ചേട്ടനെ വെയിറ്റ് ചെയ്യാണ്, ചേട്ടൻ എത്തിയിട്ടില്ല. അങ്ങനെ പിള്ളേരെയൊക്കെ റെഡിയാക്കി അവർ അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ട് ഞാൻ റെഡി ആവാൻ കേട്ടോ. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് കണ്ണാടി നോക്കാനും ഓരോ കാര്യത്തിന് വേണ്ടി രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട്. ആമിക്കാണെങ്കിൽ എത്ര കണ്ണാടി നോക്കിയാലും മതിയാവില്ല. പൊട്ട് ശരിയായോ, കുത്ത് ശരിയായോ, അത് ശരിയായോ, ഇത് ശരിയായോ, എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ അവരെയൊക്കെ റെഡിയാക്കി പുറത്തേക്ക് ആക്കിയിട്ട് ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ എന്നെ റെഡിയാക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാനും റെഡിയായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൽ പോകും കേട്ടോ. അപ്പോൾ ഒരുക്കമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളതേ ഇറങ്ങാൻ പോകാം കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.